മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ കുവൈറ്റ് വ്യോമാതിർത്തി ലക്ഷ്യമിട്ടെത്തിയ മിസൈലുകളെയും ഡ്രോണുകളെയും സൈന്യം വിജയകരമായി തടഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്തേക്ക് തൊടുത്തുവിട്ട 17 ബാലിസ്റ്റിക് മിസൈലുകളെയും 13 ഡ്രോണുകളെയുമാണ് കുവൈറ്റ് വ്യോമ പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തന്നെ വെടിവെച്ചിട്ടത്. യുദ്ധസമാനമായ സാഹചര്യം തുടരുന്നതിനിടെ കുവൈറ്റിന് നേരെയും ശക്തമായ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടാകുന്നു. വ്യോമാതിർത്തി ലംഘിച്ചെത്തിയ 17 മിസൈലുകളിൽ 13 ലക്ഷ്യസ്ഥാനത്ത് എത്തും മുമ്പ് തന്നെ തകർക്കാൻ കുവൈറ്റ് സൈന്യത്തിന് സാധിച്ചു. 13 ഡ്രോണുകളെ വ്യോമ പ്രതിരോധ സംവിധാനം വഴി വെടിവെച്ചിട്ടു. മിസൈലുകൾ തകർത്തതിനെ തുടർന്നുണ്ടായ സ്ഫോടന ശബ്ദങ്ങൾ കുവൈറ്റ് സിറ്റിയിൽ പലയിടങ്ങളിലും കേട്ടു. ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടങ്ങളോ ജീവഹാനിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ പതിച്ചതിനെ തുടർന്ന് ചിലയിടങ്ങളിൽ വൈദ്യുതി ലൈനുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ താമസ സ്ഥലങ്ങളിൽ നിന്നും പുറത്തിറങ്ങരുതെന്നും സുരക്ഷാ സൈറണുകൾ മുഴങ്ങുകയാണെങ്കിൽ ഉടൻ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും നിർദ്ദേശമുണ്ട്. കുവൈറ്റ് സൈന്യവും ആഭ്യന്തര മന്ത്രാലയവും സംയുക്തമായി രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സജ്ജമാണെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പ്രാദേശിക സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കുവൈറ്റ് വ്യോമാതിർത്തിയിൽ നിയന്ത്രണങ്ങൾ തുടരുകയാണ്. സോഷ്യൽ മീഡിയ വഴിയുള്ള വ്യാജ വാർത്തകളിൽ വിശ്വസിക്കരുതെന്നും ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം പിന്തുടരണമെന്നും അധികൃതർ ആവർത്തിച്ചു. ജനം, കുവൈറ്റ്.